ഹലോ ഗായ്സ്, ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. സാധനങ്ങൾ 3 വടി, പിന്നെ കിൽറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ വടി 3 ഒരേപോലത്തെ വേണം. പിന്നെ ഇത് മോപ്പിൻ്റെ വടിയാണ്. ഇത് വടി മാത്രം മേടിക്കാൻ കിട്ടും കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരേപോലത്തെ ഈ 3 വടിയോട് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇത് വീതിച്ച് ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മുടെ ഈ കമ്പി ഇങ്ങനെ ചുറ്റിയാണ്. എൻ്റെ അച്ഛനെ ചുറ്റിയത് അതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. നല്ല മുറുക്കിയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ ലൂസായി പോകാൻ സാധ്യതയുണ്ട് ചുറ്റുന്ന നേരത്തൊക്കെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 വടി കുഞ്ഞത് മുറിച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ കെട്ടിയതുപോലെ തന്നെ ഇതും കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കിൽറ്റേഴ്സ്, ഇവിടെ കിൽറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കാണിക്കാണ്ട്, എൻ്റെ ചേച്ചി ഇന്നലെ ക്രിസ്മസിൻ്റെ ഉണ്ടാക്കിയതാണ്. ഇന്നലെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ ആ സാധനം ബാക്കി വന്നപ്പോൾ എൻ്റെ ചേച്ചി പെയിൻ്റൊക്കെ എടുത്ത് ഉണ്ടാക്കിയതാണ്. നല്ല രസം. ഇനി നമ്മളെ കിൽറ്റേഴ്സ് എടുക്കാം. ഇത് മുമ്പത്തെയാണ്. നമ്മൾ മുമ്പ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ കുറേ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ചുറ്റാട്ടോ. ആകെ പീസൊക്കെ ആയിട്ടേക്ക് ചുറ്റാം. ഒരു കമ്പി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ കമ്പി നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ മോപ്പിൻ്റെ. അപ്പോൾ ഇതിൽ വെച്ച് ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എന്താ ഇത്തിരി സ്പേസ് ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ സ്റ്റാർ അങ്ങനത്തെ എന്തെങ്കിലും ചെറുത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഇതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല ടൈറ്റ് സാധാ മതി നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ റോൾ ചെയ്യണം. രണ്ടാമത്തെ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നല്ല കെട്ടലൊന്നും കെട്ടുന്നില്ല, ഇത് വെറുതെ ഒന്ന് ചുറ്റിയൊക്കെയാണ്. അപ്പം തന്നെ നല്ല ഒട്ടിപ്പ് തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ചുറ്റാം. തുടർച്ചയായി ചുറ്റിക്കൊണ്ടിരിക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നില്ലേ നിർത്തിയിട്ടായിരുന്നത്. അപ്പോൾ ഇത് പിന്നെ തീരെ തികയുണ്ടായില്ല. അപ്പോൾ അത് പുതിയത് വാങ്ങി ഇനി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ, ഇതും തമ്മിൽ. കാരണം ഇത് ഇങ്ങനത്തെയാണ്. ശരിക്കും ഇതായിരിക്കും രസം ഉണ്ടാവുക. ഞങ്ങളുടെ അടുത്ത് ഇതുള്ളത് വെച്ചിട്ട് ഞങ്ങൾ ഇതാക്കി, പക്ഷെ കുഴപ്പമുണ്ടാവില്ല. രണ്ടും രസം ഉണ്ടാവും. അപ്പം നമ്മളിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് മുമ്പത്തെ പോലെ തന്നെ ഈ പച്ച ചെയ്ത പോലെ തന്നെ ഇത് മൊത്തം കവർ ചെയ്യും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഈ വടിയൊന്ന് 3 എണ്ണം കുത്തുക. ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുക. അത് വളരെ ഏറ്റവും സിമ്പിളാണ്. പിന്നെ ഇത് നമ്മുടെ ഇത് റോൾ ചെയ്യുക, ഇതും സിമ്പിൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 300-350 ഇടയിൽ വരുന്ന പൈസയാണ് വരുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയായി. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇനി നമുക്ക് ഇതിന് മുകളിൽ കൂടെ മണി നക്ഷത്രം ഒക്കെ ഇടുക. അപ്പോൾ ഇതിന് അലങ്കാരപ്പണികളൊക്കെ ഇപ്പോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാണ്, നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഇതിന് മുകളിൽ തൂക്കിടാം. നമ്മൾ ആദ്യം തന്നെ ഇതുപോലത്തെ കെട്ടുകമ്പി ഉണ്ടല്ലോ അതെടുക്കുക. അതായത് പോലത്തെ കമ്പി, കെട്ടുകമ്പി. പിന്നെ പ്ലെയറിൽ അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇത് നല്ല പ്രസ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് വലുപ്പത്തിന് കിട്ടും. അങ്ങനെ കിട്ടി, 2 പീസായി. ഇനി ഇത് വളയ്ക്കണം. ആദ്യം തന്നെ ഇതുപോലെ കമ്പി വളയ്ക്കുക, 2 ഇതാക്കുക. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു എൻ ഷേപ്പിൽ ഇങ്ങനെ ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ അത് തൂക്കിയിടാൻ പാകത്തിന് വലുപ്പത്തിൽ ആക്കുക. അത്രേ ഉള്ളൂ ഇത് പരിപാടി. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ
ക്യൂട്ട് സാധനങ്ങൾ ഇതിലൊക്കെ ഇട്ട് എന്നിട്ട് നമുക്കിത് കുളത്ത് വെക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബോൾസ്. പിന്നെ സാൻഡ ഉണ്ട്, സാന്റാക്ലോസ്. പിന്നെ ബോൾസ് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 ബോൾസ് ഉണ്ട്. ഇതൊക്കെ ഇനി ട്രേയിൽ തൂക്കിയിടണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലായിട്ട് വരാം. അതുവരേക്കും ബൈ.